നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ദേശാഭിമാനി പത്രത്തിലൂടെ നമുക്കൊക്കെയേറെ പ്രശസ്തരായ സ്വാമിജിയാണ്. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി അവരുടെ നമ്മെ അഭിമുഖീകരിക്കുന്ന ക്ഷണിക്കും. നമസ്കാരം. First I giving my simple salutation to our National Guard of Human Harmony, Brother Abdul Karim. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേദി ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയ സംരക്ഷണത്തിന് അങ്ങേയറ്റം അനിവാര്യമായ മാനവമൈത്രിയുടെ ജീവൽഭടനായ നമ്മുടെ സഹോദരൻ അബ്ദുൽ കരീം, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ മുഹമ്മദ് ഉമ്മർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് വളരെ ആവേശഭരിതമായൊരു പ്രഭാഷണം നടത്തിയ പി മുജീബ് റഹ്മാൻ, ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ബഹുമാന്യനായ സുഹൃത്ത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഭീകര വിരുദ്ധ സമ്മേളനം ഗാന്ധിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് സോളിഡാരിറ്റി കേരളം മുഴുവൻ നടത്തിയത് വളരെ ആശാവഹമായ ഒരു ചുവടുവയ്പ്പാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് വൈവിധ്യങ്ങൾ കൊണ്ടുള്ള ഒരു അടുപ്പമില്ലായ്മ സഹജമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. വൈവിധ്യങ്ങൾ കൊണ്ടുള്ള അടുപ്പമില്ലായ്മ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഉത്തരേന്ത്യയിലോ ബോംബെയിലൊക്കെ ഒരു ഹിന്ദി സംസാരിക്കുന്ന മനുഷ്യനും ഹിന്ദി സംസാരിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള ഒരു അടുപ്പം ഒരിക്കലും ദക്ഷിണേന്ത്യയിൽ നിന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് സ്വാമിമാരിൽ നിന്ന് പോലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാവുന്ന ഒരേ ഒരു ഭാഷ ഹിന്ദിയാണ്. അതുകൊണ്ട് ഹിന്ദി സംസാരിക്കുന്ന മുസ്ലിമും ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദുവും തമ്മിൽ ഉത്തരേന്ത്യയിൽ നിലവിലുള്ള ഒരു ഐക്യം തമിഴോ മലയാളമോ സംസാരിക്കുന്ന ഒരു ഹിന്ദുവും ഉത്തരേന്ത്യയിലെ ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദുവും തമ്മിൽ ഉണ്ടാവുക പ്രയാസമാണ്. ഞാൻ പറഞ്ഞത് ഭാഷാപരമായ വൈവിധ്യം ഇന്ത്യൻ ജനത എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിനെ അടുപ്പിച്ച് നിർത്തുന്നതിൽ വലിയൊരു തടസ്സമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിലും അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ട്. നമ്മുടെ ഭക്ഷണം, ഞാൻ ഉത്തരേന്ത്യയിൽ പോയാൽ കുറച്ച് തീറ്റക്കാര്യം പറയുകയല്ല, പിന്നെ നമ്മളെ ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീറ്റ വിഷയം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ
ചൂട് പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഐസ്ക്രീം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറയല്ല, ഞാനും തീറ്റ കാര്യം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ തീറ്റ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഞാൻ ഉത്തരേന്ത്യയിൽ പോകുമ്പോഴൊക്കെ സംബന്ധിച്ച് ഞാനിവിടുന്ന് ആകുന്നതും ഉണക്കലരി കൊണ്ടുപോകാറുണ്ട്. കാരണം എന്താ വെച്ചാൽ തീറ്റയുടെ വിഷയത്തിൽ ഞാനൊരു ടിപ്പിക്കൽ മലയാളിയാണ്. എനിക്ക് ഒരിക്കലും ചപ്പാത്തിയോട് പൊരുത്തപ്പെടാൻ കഴിയാറില്ല. അവിടെ ഒരു നല്ല മദ്രാസി ഊണ് കിട്ടണമെങ്കിൽ 150 രൂപയാണ്. അതിന് മാത്രമുള്ള വരുമാനം നമ്മൾ സന്തോഷ് മാധവനും മറ്റൊന്നും അല്ലാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണക്കലരി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. പലപ്പോഴും നീണ്ടുപോകുന്ന യാത്രകളാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ സാധാരണ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ കടല വെറുതെ വെള്ളത്തിലിട്ടിട്ട് അത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് അതിൽ കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അതിൽ ചെറുനാരങ്ങയും പിഴിഞ്ഞ് വെളിച്ചെണ്ണയും ഒഴിച്ച് കുഴച്ച് അതങ്ങ് കഴിക്കും. പിന്നെ വേറെ വിഷമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ചെന്നാൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നത് എന്ന് ചോദിച്ചാൽ കടുകെണ്ണയുടെ മണം അത് അങ്ങേയറ്റം അസഹ്യമാണ്. നമുക്ക് വെളിച്ചെണ്ണയാണ് പരിചയം. പക്ഷേ നമ്മുടെ ഉത്തരേന്ത്യയിൽ ഇന്ന് ഇവിടെ വരുന്ന സുഹൃത്തുക്കൾക്ക് വെളിച്ചെണ്ണ അത്രയ്ക്ക് അരോചകത ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ കടുകെണ്ണയിൽ പാചകം ചെയ്ത അത് എന്ത് തന്നെയാണെങ്കിലും ഏത് വിശിഷ്ട വിഭവമാണെങ്കിലും എനിക്ക് കഴിക്കാൻ നിർവാഹമില്ല, ബുദ്ധിമുട്ടാണ്, ഞാൻ ഛർദ്ദിക്കും. ഇത് വേറൊരു അകലത്തിന് കാരണമാണ്. കടുകെണ്ണയും വെളിച്ചെണ്ണയും തമ്മിലുള്ള ഒരു അകലത്തിന് കാരണമാണ്. അതൊരു വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞത് വൈവിധ്യങ്ങൾ ഒരു വലിയ അകൽച്ച ഉണ്ടാക്കി. അപ്പോൾ ഒരു നാഷണാലിറ്റി എന്ന് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത്, നാഷൻ എന്ന് പറയുന്നത് രൂപപ്പെട്ടത് തന്നെ എന്തൊക്കെ പറഞ്ഞാലും സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ടതാണ്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് വന്നപ്പോഴാണ് ഇന്ത്യൻ ജനത ഒന്നടങ്കം ഞങ്ങൾക്കൊരു നേതാവുണ്ടായി എന്ന ഒരു അനുഭവത്തിലേക്ക് ആദ്യമായി എത്തുന്നു. പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളുടെ നല്ല നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യയോട് ഒരു മനുഷ്യമായിരുന്നു മഹാത്മാഗാന്ധി. ഞാൻ അദ്ദേഹത്തിന് സ്വയം സനാതന ഹിന്ദു എന്ന് പറയാറുണ്ടെങ്കിലും അതിൽ കൂടെ പുറപ്പെട്ടത് മനുഷ്യത്വത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമായിരുന്നു. ആലോചിച്ച് നോക്കുക, ആ സമയത്ത് ഗാന്ധിജിയെ കൊന്നിരുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം നാമമുള്ള നാമമുള്ള സ്ഥിതി എന്തായിരുന്നു? സ്ഥിതി വളരെ മാരകമാവും. പക്ഷേ ദൈവ കാരുണ്യം കൊണ്ട് ഗാന്ധിജിയെ അപ്പോൾ കൊന്നത് ഒരു ഹിന്ദുവായി, അതും ബ്രാഹ്മണനായി. ബ്രാഹ്മണര് പ്രത്യേകിച്ച് സംഘപരിവാരം ഇവിടെ കൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ വാദഗതിയുണ്ട്. കാരണം പോത്തിനെ തിന്നു കഴിഞ്ഞാൽ പോത്താവും, അതുപോലെ അതും കഴിച്ചു കഴിഞ്ഞാൽ പന്നിയെ തിന്ന പന്നിയാവും, അതുപോലെ മത്സ്യമാംസാദികൾ കഴിച്ചാൽ മനുഷ്യൻ മൃഗത്തിന്റെ നിലവാരത്തിലേക്ക് തരം താഴുമെന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു വേറൊരു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നഥുറാം വിനായക് ഗോഡ്സെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മത്സ്യമാംസാദികൾ കഴിച്ചിട്ട്, കാരണം അദ്ദേഹം ആചാരനിഷ്ഠനായ ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പൊ ആ ഒരു ബ്രാഹ്മണന് എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ കൊല്ലാൻ കഴിഞ്ഞത്? അതിന് അയാളെ പ്രേരിപ്പിച്ച മതഭ്രാന്ത്. ആ മതഭ്രാന്ത് മറ്റുള്ളവരെ പരിഗണിക്കാത്ത, മറ്റു മതസ്ഥരെ പരിഗണിക്കാത്ത, എല്ലാവരെയും സഹോദരങ്ങളായി കാണാത്ത ആ മതഭ്രാന്താണ് ഗാന്ധി കൊന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇന്നും ഒരു മതേതര രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്നത് ഗോഡ്സെയുടെ, ഹിന്ദുരാഷ്ട്രവാദിയായ ഗോഡ്സെയുടെ ഗാന്ധിയുടെ കൊണ്ടും അതിലൂടെ ഗാന്ധി ഒഴുക്കിയ ചോരമാണ്. ഗാന്ധിയുടെ ചോരയാണ് ഇന്ത്യയെ മതേതര രാജ്യമായിട്ട് ഇപ്പോഴും നിലനിർത്തുന്നത്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട്
അദ്ദേഹത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു അനുസ്മരണ ദിനം നമ്മൾ ഒരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ രാജ്യമായിട്ടും മതേതര ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ യത്നങ്ങളിൽ ഒന്നാണ്. സോളിഡാരിറ്റിയെ ഞാൻ അതിൻ്റെ പേരിൽ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കലീം എന്ന് പറയുന്ന നമ്മുടെ ബഹുമാന്യനായ മാതൃകാ സഹോദരൻ ചെയ്തൊരു കാര്യം, ഞാൻ സ്വാമി അസീമാനന്ദയെ കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം ഞങ്ങൾ സ്വാമിമാരായതുകൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ സാമീത്വവും എൻ്റെ സാമീത്വവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും സ്വാമിയല്ല എന്ന് പറയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ സ്വാമിമാരായി നടക്കുന്നവരും അദ്ദേഹത്തെ സ്വാമി എന്ന് വിളിച്ചവരുമൊക്കെ ഇന്ന് സ്വാമിയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അത് അവരുടെ രീതിയാണ്. പക്ഷേ അസീമാനന്ദ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യത്തിൽ ജാതീയമായിട്ട് വളരെ താഴ്ന്ന ഒരു വംശത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം ദളിതനാണ്. ദളിതനായ അസീമാനന്ദയെ ഇവിടുത്തെ സംഘപരിവാരം, ബ്രാഹ്മണരാണ് അതിനെ എന്നും നയിച്ചിട്ടുള്ളത്, ഇപ്പോഴും നയിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവരുടെ ലക്ഷ്യം തന്നെ ബ്രാഹ്മണൻ പരമപ്രധാനനായ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി, മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയോടുകൂടി രൂപീകരിക്കുക എന്നുള്ളതുമാണ്. അപ്പോ ദളിതനെ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ബ്രാഹ്മണ സംഘപരിവാരം അല്ലെങ്കിൽ ബ്രാഹ്മണ സംരക്ഷണ പരിവാരം എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ സന്യാസിയാക്കി. അവരങ്ങനെ പലവരെയും സന്യാസിയാക്കിയിട്ട് അദ്ദേഹത്തെ തന്നെ ദളിതരുടെ ഇടയിലേക്ക് ഇറക്കി വിടുകയും അവരിലേക്കൊക്കെ നിങ്ങളൊക്കെ പണ്ട് കാലത്ത് ശ്രീരാമനോടുകൂടി രാവണനെ കൊല്ലാൻ പട നയിച്ച ആളുകളാണെന്നും ഇപ്പോൾ ഇന്ത്യയിൽ കുറെ രാവണന്മാരുണ്ടെന്നും അവരെയൊക്കെ കൊല്ലാൻ ഇവിടുത്തെ ശ്രീരാമൻ നിങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്നു എന്നും അതുകൊണ്ട് നിങ്ങളൊക്കെ കൊരങ്ങന്മാരാണ്, രാമന്റെ കൊരങ്ങന്മാരാണ്, ബജ്രംഗികളാണ് എന്ന് പറയുകയും അങ്ങനെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ സംഘടിപ്പിച്ചെടുത്തു. ആ സംഘടനയ്ക്ക് ആളെ കൂട്ടിക്കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരു കാവികാരിയാണ് സ്വാമി അസീമാനന്ദ. അദ്ദേഹം ഒരുപാട് ബോംബ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തു. ഇപ്പൊ ഞങ്ങളുടെ ഈ സ്വാമിമാര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാമിമാരാവുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മസൂത്ര ഭാഷയാണ്. സൂത്രമാണ് കേട്ടോ, ഞങ്ങൾക്ക് കുറച്ച് സൂത്രമുള്ള ആളുകളാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ എപ്പോഴും എന്ത് പറയുകയാണെങ്കിലും നാരദഭക്തി സൂത്രം, പാതഞ്ജല യോഗ സൂത്രം, ബ്രഹ്മസൂത്രം, അങ്ങനെ കംപ്ലീറ്റ് സൂത്രങ്ങളാണ്. ഇപ്പോ അസീമാനന്ദ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എഴുതിയ ഒരേ ഒരു സൂത്രം ബോംബ് സൂത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അസീമാനന്ദ ബോംബ് സൂത്രം എഴുതിയുണ്ടാക്കുകയും അത് സംഘപരിവാരത്തിന്റെ അത്യന്താധുനിക സൗകര്യമുള്ള നാഗപ്പൂരിലെ കേന്ദ്രത്തിൽ അച്ചടിക്കുകയും അത് പ്രഗ്യാ സിംഗ് ടാഗോർ എന്ന് പറയുന്ന മറ്റൊരു സന്യാസിനിക്ക് കൈമാറുകയും അവരെല്ലാവരും കൂടി കുറച്ച് ഈ ബോംബ് സൂത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് ബോംബ് സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഇവിടെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തപ്പെട്ട സാധാരണക്കാരും കുറച്ചൊക്കെ സാധാരണന്മാരും ആയിട്ടുള്ള മുസ്ലിം സമുദായമാണ്. ഞാനവിടെ വാക്ക് വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ IBAയോ ഗവൺമെന്റിനെയോ ഒന്നും പേടിച്ചിട്ടല്ല. സന്യാസി എന്ന് പറഞ്ഞാൽ പേടി തീരെ ഇല്ലാത്തവനാ സന്യാസി. എപ്പോ പേടിയുണ്ടോ
അപ്പം അയാൾ സന്യാസിയല്ല. ഞാനിവിടെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് നമ്മളെ വളഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് കൊണ്ടാണ് സ്വാമിജിയുടെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണ് വീഴാത്തത്. അതുകൊണ്ട് ഞങ്ങളെ വെറുതെ ശത്രുക്കളാക്കണ്ട എന്നായിരുന്നു അവരുടെ ഒരു ഭീഷണി കലർന്ന സാരോപദേശം. ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സോറി, അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിലേക്ക് കല്ലുമഴ പെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ തുണിയെടുത്തിടുമ്പോൾ എൻ്റെ ജീവിതത്തെ ഒരാൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വിചാരിക്കുകയാണ് ഞാൻ ഇപ്പോൾ കല്ലേറുകൊണ്ട് ചാവണം എന്ന് അദ്ദേഹം വിധിച്ചാൽ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ എല്ലാ സന്നാഹങ്ങളോടെയും എന്നെ സംരക്ഷിക്കാൻ കാവൽ നിന്നാലും ഞാൻ കല്ലേറുകൊണ്ട് തന്നെ ചാവും. പക്ഷേ നിങ്ങൾ ആരും എന്നെ സംരക്ഷിക്കാനില്ലെങ്കിലും അവനൊരുവൻ എന്നെ സംരക്ഷിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്കെതിരെ മിഷൻ ഗണ്ണ് ഉപയോഗിച്ച് വെടിവെച്ചാലും എൻ്റെ മേത്ത് ഒരൊറ്റ ബുള്ളറ്റ് പോലും കൊണ്ടുവരും, യാതൊരു സംശയവും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്തിയിട്ട് എന്നിൽ കൂടെ ഒരു കാര്യവും നടപ്പാക്കാമെന്ന് വിചാരിക്കും. കാരണം ഭയരഹിതനാണ് സന്യാസി. സന്യാസിയുടെ മന്ത്രം തന്നെ അഭയം വൈ ബ്രഹ്മ എന്നാണ്. ദൈവം എന്ന് പറയുന്നത് അഭയമാണ്, ഭയമില്ലായ്മയാണ്. ഞങ്ങൾ പഠിക്കുന്ന ഉപനിഷത്ത് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഭി എന്നാണ്, ഭീതിയരുത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭയത്തിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അവര് നമ്മളൊക്കെ ഇവരൊന്നും അങ്ങനെ പേടിച്ചിട്ടല്ല ഞാൻ പറയാറ്. പക്ഷെ ഞാൻ ഈ കുറഞ്ഞ ആളുകളെന്നും കൂടിയ ആളുകളെന്നും പറയുന്നതിനൊരു കാരണം, ഇവിടെ എൻ്റെ സുഹൃത്ത് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അബ്ദുൽ നാസർ മദനിയെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം അനുഭവിച്ച ദുരന്തങ്ങളിൽ എനിക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ സഹതാപം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, കാസറ്റുകൾ. അദ്ദേഹത്തിന്റെ മുൻകാല പ്രസംഗങ്ങൾ നമ്മളിപ്പോ ഒന്നിച്ചെതിർക്കണം എന്ന് വിചാരിക്കുന്ന മനുഷ്യരെയും തമ്മിൽ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്നതിന് ഒരുപാട് പ്രകോപനവും പ്രലോഭനവും പ്രേരണയും സൃഷ്ടിക്കുന്ന വാക്കുകൾ കൊണ്ട് നിറഞ്ഞതായി യാതൊരു സംശയവും. അപ്പൊ അങ്ങനെ സംസാരിച്ച ഒരു പൂർവ പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് അബ്ദുൽ നാസർ മദനിയെ വേട്ടയാടാൻ ചിലർക്ക് സാഹചര്യം ഉണ്ടായി. മഹാത്മാഗാന്ധി പറയുന്ന ഒരു ഉപമയുണ്ട്. എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പക്കൽ നിന്ന് ഒരാൾ എന്തെങ്കിലും മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എന്താണ്? മോഷ്ടിക്കാൻ മാത്രം നിങ്ങളുടെ കയ്യിലുള്ളത് പ്രദർശിപ്പിച്ചു. നമ്മളിങ്ങനെ പുറകെ നിന്നിട്ട് ഒരാളുടെ മുമ്പിൽ നിന്നിട്ട് പണം ഉള്ളതാണ്. അവനാണെങ്കിൽ എന്താണ്, ഒരാഴ്ച പണിതാൽ സവാള വാങ്ങിക്കാനുള്ള കാശില്ല. അതാണ് ഒരാഴ്ച പണിത് കഴിഞ്ഞാൽ സവാള വാങ്ങിക്കാനുള്ള കാശില്ല. നമ്മളപ്പോൾ ഒരാളുടെ മുമ്പിൽ നിന്ന് കാശ് ഇങ്ങനെ ഉണ്ടാകും. അവൻ മോഷ്ടിച്ചു പോകും, സംശയിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവന്റെ പേരിൽ അവൻ കള്ളനാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ ഗാന്ധിജി അതിനോട് സമ്മതിക്കില്ല. ഗാന്ധിജി ആ പരാതി സ്വീകരിക്കില്ല. കാരണം ഗാന്ധിജി പറയും, നിങ്ങൾ അയാളെ പ്രലോഭിപ്പിച്ചു കക്കാൻ വേണ്ടി. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടെന്നും അതുകൊണ്ട് കണ്ടോ എൻ്റെ പണം എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചത് കൊണ്ടാണ് അവനത് എടുക്കാൻ തോന്നിയത്. ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന ആരും കക്കുന്നില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ പോക്കറ്റ് അടിക്ക് വിധേയനായിട്ടില്ല. ഞാൻ മറ്റുള്ളവരുടെ പോക്കറ്റ് അടിക്കാൻ കഴിവുള്ള ആളായതുകൊണ്ടല്ല, കുറച്ച് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പോക്കറ്റ് അടിക്കാർക്ക് കണ്ടറിയാം. കാരണം അയാളുടെ കയ്യിൽ യാതൊന്നും ഇല്ല, പാവമാണ് എന്ന് കണ്ടറിയാം. അങ്ങനെയുള്ളവരെ പോക്കറ്റ് അടിക്കാർ ഇതല്ല. അവർക്ക് കുറച്ച് ഹൃദയമൊക്കെ ഉണ്ട് കേട്ടോ, അവർക്ക് കുറച്ചും കൂടിയും ഹൃദയമൊക്കെ ഉണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ ജഡ്ജിമാരെക്കാട്ടിലൊക്കെ ഹൃദയമുണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥയിൽ നമ്മളെന്താണ് അപ്പൊ നമ്മൾ അങ്ങനൊരു സാഹചര്യം അബ്ദുൽ നാസർ മദനി സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംശയിക്കാവുന്ന,
അദ്ദേഹത്തെ വെറുക്കാവുന്ന, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താവുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് പൂർവ്വകാലത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്തുണ്ടായത്, അദ്ദേഹം അതതിൻ്റെ ഒരു വശമാണ്. അതല്ലാതെ ഒന്നും അറിയാത്ത നിരപരാധികളും ഇതുപോലെ പിടിക്കപ്പെട്ടു, യാതൊരു സംശയവും. നമ്മുടെ ഭരണകൂട പ്രവർത്തനങ്ങൾ, അതിൻ്റെ സ്വഭാവഘടന, അത് പഠിച്ചു വരുന്ന സാമൂഹിക പാഠങ്ങൾ, അതിൽ കൂടെയൊക്കെ ഒരു വിവേചനം കാണിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ആ വിവേചനം അമാനുഷികമാണ്, മതേതര വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിനെ ചെറുക്കേണ്ടത്. പക്ഷെ ഇപ്പുറത്ത് ഈ കാര്യവും നമ്മൾ ഒപ്പം തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സന്യാസിമാരെ വേട്ടയാടി, ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയാണ്, ദേശാഭിമാനി വാരികയിലൂടെ ആണ് ഞാൻ സാംസ്കാരിക രംഗത്ത് പതുക്കെ ശ്രദ്ധേയനായി. പക്ഷേ ഇവിടെ സന്യാസിമാരെ വേട്ടയാടിയ സമയത്ത് ദേശാഭിമാനിയിലൊരു വലിയ വാർത്ത വന്നു. എന്താണെന്നറിയോ? വിശ്വഭദ്രാനന്ദ ശക്തിബോധി നിരീക്ഷണത്തിൽ. അവർക്ക് എന്നെ പറ്റി കൃത്യമായിട്ട് അറിയാം. പക്ഷെ ദേശാഭിമാനിയിൽ തന്നെയാണ് ആ വാർത്ത വന്നത്, വിശ്വഭദ്രാനന്ദ ശക്തിബോധി നിരീക്ഷണം. എന്താണ് കാരണം? ഞാൻ ഒരു സ്വാമിയായി പോയതാണ്, വേറെ പ്രശ്നമൊന്നുമല്ല. മനസ്സിലായി? സ്വാമിമാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് മോസ്റ്റ് നോട്ടബിൾ പേഴ്സൺ എന്നാണ് എല്ലാ അർത്ഥത്തിലും. അയാൾ വളരെയധികം നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സന്തോഷ് മാധവനൊക്കെ അങ്ങനെയുള്ളൊരു അനുഗ്രഹ സാഹചര്യം ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തന്നു. ഒരു 4 ദിവസം പോലീസ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പരിഹസിക്കാറുള്ളൊരു മാധ്യമമാണ് മലയാള മനോരമ. പ്രസംഗിക്കുമ്പോൾ സംശയമൊന്നും വേണ്ട, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. മലയാള മനോരമയോട് എനിക്ക് വിട്ടുവീഴ്ച സാധ്യമല്ല. പക്ഷേ എന്നെ ആ സന്ദർഭത്തിൽ രക്ഷിച്ചത്, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ എന്നോടൊപ്പം ഏറ്റവും കൂടുതൽ നിന്നത് മലയാള മനോരമയാണ്. അന്ന് മലയാള മനോരമ എൻ്റെ വീട്ടിലേക്ക് ആളുകളെ അയക്കുകയും ഒരു വലിയ ഇൻ്റർവ്യൂ എടുക്കുകയും എന്നിട്ട് എൻ്റെ എല്ലാ ഇതും പോലീസും പറഞ്ഞു സഹകരിച്ചു. എന്ന് പറഞ്ഞാൽ അവർ തന്നെ പ്രഖ്യാപിച്ചു, 5 സെന്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരേ ഒരു സന്യാസി കേരളത്തിൽ സ്വാമി വിശ്വഭദ്രാനന്ദ. 10 കൊല്ലമായി ഞാൻ സ്വാമിയായിട്ട്. ഇപ്പോൾ 10 കൊല്ലം കാവ്യ ഉടുത്തിട്ട് ചരടി ജപിക്കാനിരുന്നാൽ കേരളത്തിന്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷം വെച്ചിട്ട് 10 ഏക്കർ സ്ഥലം വാങ്ങിക്കാം. കാരണം അത്രയ്ക്ക് പ്രബുദ്ധതയുള്ളൂ കേരളത്തിൽ. ചരടി ജപിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ എന്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം പുസ്തകം വായിക്കുന്നു, അത്യാവശ്യം എഴുതുന്നു, അത്യാവശ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതൊന്നും കേൾക്കാൻ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. മറിച്ച് ചരട് ജപിക്കാനാണ് ഇരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ അവിടെ നിന്നോട്ട് ഇവിടെ വരെ പരവതാനി, താലപ്പൊലി, കോട്ട, പന്തക്കാല്, ആന, പൂരം, വെടിക്കെട്ട് അഥവാ ബോംബ് ബ്ലാസ്റ്റിംഗ് നടത്തിയിട്ട് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതാണ് സ്ഥിതി കേരളത്തിൽ. ഇതാണ്. അപ്പൊ ചരട് ജപിക്കുന്ന ആളുകളും ചരട് വലിക്കുന്ന ആളുകളും ആണ് കേരളത്തിന്റെ പ്രബുദ്ധതയിൽ ഇപ്പോൾ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അത് ആധ്യാത്മികമായ അതിക്രമമാണ്, രാഷ്ട്രീയമായ അതിക്രമമാണ്, നിയമപരമായ അതിക്രമമാണ്, അങ്ങനെ എല്ലാ അതിക്രമങ്ങളുമാണ്. ഈ അതിക്രമങ്ങളെയൊക്കെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. അതിലെ കലീം എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്റെ വഴി വളരെ മാതൃകാപരമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്നുള്ളത്, ഞാൻ നിങ്ങളോട് വളരെ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം, വിശുദ്ധ ഖുർആൻ മലയാളത്തിൽ ഇംഗ്ലീഷിലാണ് കേട്ടോ, എനിക്ക് അറബിയൊന്നും അറിയില്ല. 11 പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ 12ാമത്തെ തവണ വായിച്ചു. അതിൻ്റെ വായിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും വിരസത തോന്നിയിട്ടില്ല. വിരസത തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളതിൽ ലയിച്ചു പോകും. അതിൻ്റെ ഒരു കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ നാമസ്മരണ ഹൃദയങ്ങളെ പ്രശാന്തമാക്കും.
ഇവിടെ എനിക്ക് തോന്നണത് നമ്മൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആൻ വായിച്ചാൽ ഭീകരവാദിയാവും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നണത് ഈ അങ്ങനെ ഇസ്ലാം നാമധാരികളായിട്ട് എന്തെങ്കിലും ഭീകരപ്രവർത്തനം നടത്തുന്ന എവിടെയെങ്കിലുമൊക്കെയുള്ള നസീർമാരോ മുഹമ്മദ്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് ഖുർആൻ വായിക്കുന്നവരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഖുർആൻ വായിച്ചാൽ കലീം ചെയ്തതേ ചെയ്യാൻ പറ്റും, അല്ലാതെ മറ്റുള്ളവർ എവിടെയെങ്കിലുമൊക്കെ ഉള്ളവർ ചെയ്തത് ചെയ്യാൻ പറ്റില്ല. അത് രണ്ടും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർഗം. നമ്മൾ ഒരിക്കലും ഇവിടെ എല്ലാവരും RSSകാർ പ്രചരിപ്പിക്കുന്നൊരു തെറ്റായ ധാരണയാണ് ഖുർആനെ. അവരത് വായിച്ചിട്ടില്ല. എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഭഗവത്ഗീത പോലെ തന്നെ അതും വായിച്ചു നോക്കണം എന്നാണ്. ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവരത് വായിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള വാക്ക് യുദ്ധം എന്നല്ല. ഞാൻ വളരെ ആധികാരികതയോട് കൂടി പറയുന്നത് അത് വായിച്ചിട്ടുള്ളത് കൊണ്ട്. യുദ്ധം എന്നതല്ല, യുദ്ധം എന്ന വാക്ക് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഭഗവത്ഗീതയിലും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള വാക്ക് ഒരു പക്ഷേ ഭഗവത്ഗീതയിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ് ശ്രദ്ധ എന്ന് ഭഗവത്ഗീതയിലും സൂക്ഷ്മത എന്ന് വിശുദ്ധ ഖുർആനിലും. ഞാനതിൻ്റെ നമ്പറൊന്നും പറയുന്നില്ല, കാരണം ഇവിടെ നമ്പറുകൾ പറഞ്ഞിട്ട് നമ്പർ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും എനിക്ക് അറിഞ്ഞില്ല. എനിക്ക് നമ്പറുകളോട് താല്പര്യമില്ല. പക്ഷേ മനസ്സിലായി. അപ്പോ നമ്പർ വന്നത് ഈ സൂക്ഷ്മത എന്നുള്ള വാക്കാണ്. സൂക്ഷ്മത എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ലളിതമായൊരു കാര്യം വളരെ സവിനയം പറയട്ടെ. നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ചിന്ത നമ്മളിൽ ഉണരുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ടത് ആരെയാ? മറ്റുള്ളവരല്ല, നാട്ടുകാരെയല്ല. ഈ അണ്ടകടാഹങ്ങളെ പടച്ച ഏതൊരു ശക്തിയുണ്ടോ അതിനെ. നാട്ടുകാരെ ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാർ പലതും പറയും. പക്ഷെ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അണ്ടകടാഹങ്ങൾ മുഴുവൻ പടച്ച ആ ഒരു ശക്തിക്ക് അവിടുന്ന് അറിയാതെ ഒരു ഇല പോലും അനങ്ങുകയില്ല എന്നിരിക്കെ ഇവിടെ ഒരു യു കലാനാഥൻ ഉണ്ടാവുന്നതിന് കാരണം, ഇവിടെ ഒരു കാറൽ മാർക്സ് ഉണ്ടാവുന്നതിന് കാരണം, ഇവിടെ ഒരു ചാൾസ് ഡാർവിൻ ഉണ്ടാവുന്നതിന് കാരണം, ഇവിടെ ഒരു ഭഗവത്ഗീത ഉണ്ടായതിന് കാരണം, ഇവിടെ ഒരു ബൈബിൾ ഉണ്ടായതിന് കാരണം, ഇവിടെ ഒരു എഴുത്തുകാരൻ ഉണ്ടാവുന്നതിന് കാരണം, എഴുത്തുകാരി ഉണ്ടാവുന്നതിന് കാരണം ഒക്കെ അവിടുന്നാണ്. അപ്പൊ അവിടുത്തേക്ക് അറിയാം. നമ്മൾ അവിടുത്തെ ഭരണത്തിൽ കയറിയിട്ട് ഇടപെടരുത്. മനസ്സിലായോ? അവിടുത്തെ ഭരണത്തിൽ കയറിയിട്ട് ഇടപെടരുത്. സൗരയൂഥങ്ങളെ ചലിപ്പിക്കുന്ന ശക്തി ഒരു മനുഷ്യന്റെ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തതല്ല. അപ്പൊ അവിടുന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ ബ്രെയിൻ ഒരു പക്ഷെ അവിടുത്തേക്കെതിരെ പോലും ചലിക്കുന്നത്. അവിടുന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവിടുത്തെ നിന്ദിക്കുന്ന വാക്ക് ഒരുവന്റെ നാവിൽ ഉണരുന്നത്. അപ്പൊ അത് അവിടുന്ന് അറിഞ്ഞിട്ട് നടക്കുന്ന സംഭവമാണ്. അതിൽ കയറി നമ്മൾ അവിടുത്തെ ഭരണത്തിൽ കയറിയിട്ട് കൈകടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് അവിടുന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ധാരണയോടുകൂടി ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു സമർപ്പണ മനസ്സ് വന്നാലാണ് ശരിക്ക് സമാധാനം ഉണ്ടാവുക. ആ ഹൃദയത്തിന്റെ സമാധാനം കലീമിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അസീമാനന്ദയുടെ കഠിന ഹൃദയത്തെ മാറ്റുവാൻ കഴിഞ്ഞത്. ആ രീതിയിൽ വേണം മനുഷ്യരെ മനസ്സിലാക്കാനും പരസ്പരം മാറ്റാനും തിരിച്ചറിയാനും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനായി ശ്രമിക്കുമെന്ന് നിങ്ങളോടൊപ്പം
ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക്